ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൺ. ഞാനിന്നിവിടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ചെമ്പരത്തി പൂവിനെ കുറിച്ചും കുറച്ച് ഇലകളെ കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത്. പൂവ് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ മുട്ടുകളും നാളേക്ക് വിരിയാവുന്ന മുട്ടുകളും പൊട്ടിച്ചു. അപ്പോൾ അത് പൂവ് ഉപയോഗിക്കൽ കഴിഞ്ഞപ്പോൾ മുട്ടിനെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു. അപ്പോൾ നേരം വെളുത്തപ്പോൾ അത് വിരിഞ്ഞതാണ് കേട്ടോ. ഈ ചെമ്പരത്തി പൂവ് എന്ന് പറയണത് നല്ലൊരു നമുക്ക് നിസ്സാരമായി കാണുന്ന ഒരു പൂവാണ് ചെമ്പരത്തി പൂവ്. പക്ഷേ അത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഗുണകരമായ ഒന്നാണ് ചെമ്പരത്തി പൂവ്. ഈ ചെമ്പരത്തി ചായ പതിവായി കുടിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്നു. നമ്മളെ ശരീരത്തിലെ ഈ ചീത്ത കൊളസ്ട്രോളൊക്കെ ഇല്ലേ, അത് കുറക്കാനും പിന്നെ നല്ല കൊളസ്ട്രോളൊക്കെ വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാണ്. ഇങ്ങനെ ഈ ചായയൊക്കെ ഇതുപോലെ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. ഇതിൽ വിറ്റാമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ സഹായിക്കും. ചെമ്പരത്തിപ്പൂവിട്ട് വെള്ളം നല്ലപോലെ തിളക്കുമ്പോൾ അതിനൊരു ഡാർക്ക് കളർ കിട്ടും. അതിലേക്ക് ചെറുനാരങ്ങ ഒഴിക്കുമ്പോഴാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ റെഡ് കളറ് കിട്ടുന്നത്. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ചായയാക്കിയിട്ട് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. നല്ല ടേസ്റ്റിയാണ് കുടിക്കാനായിട്ട്. ഇതിലൂടെ നമുക്ക് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും തടി കുറക്കാനും ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും അനാവശ്യ കൊഴുപ്പ് ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഈ ചെമ്പരത്തിയുടെ ഇല അരച്ച് താളിയാക്കി ഉപയോഗിക്കാം. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. മുടിയുടെ ആരോഗ്യത്തിനും പ്രകൃതിദത്തമായ ഒരു കണ്ടീഷണറായി നമുക്ക് ഈ ഇല അരച്ച് താളിയാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും ഗുണം ചെയ്യുന്നത് ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവ് വെച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നതാണ്. ചെമ്പരത്തിപ്പൂവിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൽ ലെമൺ ഒഴിക്കുമ്പോഴാണ് ഈ റെഡ് കളർ കിട്ടുന്നത്. ഈ ചീര ഞാൻ ടെറസിൻ്റെ മുകളിൽ വെച്ച ചീരയാണ് കേട്ടോ. ചീര മാത്രമല്ല, കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഈ പച്ച കളറുള്ള ചീര പോഷകങ്ങളുടെ ഒരു കലവറയാണ്. ഇത് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിനും നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. വിറ്റാമിൻ എ, സി എന്നിവയും ഫോളിക് ആസിഡ്, ഇരുമ്പ്, അയൺ, കാൽസ്യം എന്നിവയും ഈ പച്ചച്ചീരയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇതിലെ വിറ്റാമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ചീര കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ ഈ ചീര വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. വിഷാംശമൊന്നുമില്ലാത്ത ഫ്രഷ് ചീരയാണ് കേട്ടോ. അതുപോലെ ഈ ചുവപ്പ് കളറുള്ള ചീരയും വെച്ചിട്ടുണ്ടായിട്ടാ. ചുവന്ന കളറുള്ള ചീര രക്തക്കുറവിന് പരിഹരിക്കും. കുറവുള്ളവർക്കൊക്കെ ഈ ചീര തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാൽസ്യം, വൈറ്റമിൻ കെ എന്നിവ ചുവന്ന ചീരയിൽ ധാരാളം ഉണ്ട്. അപ്പോൾ ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ ചീരക്കൊന്നും അധികം വളപ്രയോഗങ്ങളൊന്നും ചെയ്യണ്ട. ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉണ്ടാവും. കുറേശ്ശെ ആണെങ്കിൽ പോലും ഇത് നമ്മളുടെ വീട്ടിൽ ഉണ്ടായിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെ ആയിരുന്നു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ചീര വിത്ത് അതിൽ നിന്ന് തന്നെ കൊഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമുക്ക് ചീര ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ കായില്ലേ, അതുപോലെ തന്നെ ഇലയും പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ്. വിറ്റാമിൻ സി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും ഇത് സഹായിക്കുന്നു. പിന്നെ നമ്മളെ കാഴ്ചശക്തിക്കും ദഹനത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഈ അയൺ ധാരാളം അടങ്ങിയതിനാൽ വിളർച്ച തടയാനും ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഈ മത്തങ്ങയിലൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളിൽ ചിലരൊക്കെ ഈ കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ 10 ഇലകൾ കറി വെച്ചിട്ട് കഴിക്കും. അതിൽ പെട്ടുള്ള ഒരു ഇലകളാണ് ഈ മത്തങ്ങയില, കുമ്പളങ്ങയില ഒക്കെ. ഇതൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ പോഷകങ്ങളുടെ ഒരു കലവറയാണ്. ആയുർവേദത്തിലാണെങ്കിലും ആധുനിക ഭക്ഷണക്രമത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ചീരയിലെന്ന പോലെ വിറ്റാമിനുകളും മിനറലുകളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽസ്യം മുരിങ്ങയിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ ഈ സസ്യങ്ങളിൽ
പ്രോട്ടീൻ കൂടുതലടങ്ങിയുള്ള ഒന്നാണ് മുരിങ്ങയില. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും അസുഖങ്ങൾ വരുന്നത് തടയുകയും ചെയ്യുന്നുണ്ട് ഈ മുരിങ്ങയില. അപ്പം അത്രയും നല്ല ഗുണം ഉള്ളതാണ്. പ്രമേഹ രോഗികൾക്കൊക്കെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ ഈ മുരിങ്ങയില ഭക്ഷണത്തിൽ ദിവസേന ഉൾപ്പെടുത്തുന്നത് നല്ല ഗുണം ചെയ്യും. മുരിങ്ങയിലയിൽ മുട്ട ചേർത്തിട്ട് ദോശ പോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കട്ടിക്ക് ദോശ പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. പിന്നെ പരിപ്പിട്ടിട്ട് പരിപ്പിനൊപ്പം മുരിങ്ങയില ചേർത്ത് പാകം ചെയ്യുന്നത് സ്വാദും ഗുണവും വർദ്ധിക്കും. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും തേങ്ങയും ചേർത്ത് തോരൻ വെച്ചിട്ട് കഴിക്കുക. പിന്നെ മുരിങ്ങയില ഈ സൂപ്പ് കുടിക്കുന്നതിൽ ഊർജം നൽകാൻ അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. മുരിങ്ങയില ഒരുപാട് ഗുണങ്ങളുള്ളതിനാൽ എങ്ങനെ വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. കഴിക്കുന്നതും നല്ലതാണ്. നമ്മൾ സാധാരണ ചമ്മന്തി പൊടിച്ചിട്ട് മുരിങ്ങയിലയിൽ കുഴച്ചിട്ട് അത് തോരൻ വെക്കും. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പല മോഡലിലും നമുക്ക് ഈ മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത്രയും രസം. പിന്നെ ഈ മുരിങ്ങയില തളിരുണ്ട്, അത് പച്ചക്ക് കഴിക്കണത് കൂമ്പ് മുരിങ്ങയില കൂമ്പ് പച്ചക്ക് കഴിക്കണത് കണ്ണിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റാഗി, ഇത് പുല്ലാണ്, പുല്ല് എന്നൊക്കെ പറയുന്നത്. ഈ റാഗി വെച്ചിട്ട് അട ഉണ്ടാക്കുക, പത്തിരി ഉണ്ടാക്കുക. ഇതിലും കാൽസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് അത്യാവശ്യമായ കാൽസ്യം റാഗിയിൽ ധാരാളമുണ്ട്. പ്രായമായവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുണകരമാണ്. ശരീരഭാരം കുറയ്ക്കാൻ ഇത് നല്ലതാണ്. കുറഞ്ഞ അളവിൽ കൊഴുപ്പും ഉയർന്ന അളവിൽ നാരുകളും ഉള്ളതിനാൽ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ചൊരു ഭക്ഷണമാണ്. റാഗിയിൽ തന്നെ ധാരാളം നാരുകളുള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാനൊക്കെ സഹായിക്കും. പിന്നെ ഈ മുളപ്പിച്ച റാഗി ഉപയോഗിക്കുന്നത് പോഷകഗുണം ഇതിനെക്കാട്ടിയും ഇരട്ടിക്കും. അപ്പോൾ മുളപ്പിച്ചിട്ട് കഴിക്കുക അതിനെക്കാട്ടിയും നല്ലതാണ്. ഇത് നമ്മളിവിടെ ഈ റാഗി വാങ്ങിയിട്ട് ഒരു പുല്ല് പോലെ മണി പോലത്തെ സാധനമാണ്. അത് വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിവിടെ മിക്സിയിലിട്ടിട്ട് പൊടിപ്പിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അട ഉണ്ടാക്കുക, പത്തിരി കുട്ടികൾക്ക് അതുപോലെ കുറുക്കി കൊടുക്കാനും ഒക്കെ നമുക്ക് ഈ പൊടി വാങ്ങിക്കണേക്കാട്ടിയും വിശ്വസിച്ചിട്ട് നമ്മളിത് കഴുകി ഉണക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മളേതായ രീതിയിൽ പൊടിക്കുമ്പോൾ നമുക്ക് അത്രയും വിശ്വസിച്ച് കൊടുക്കാമല്ലോ. പൊടിയിൽ വേറെ എന്തെങ്കിലും കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടല്ലേ എന്നുള്ള രീതിയിൽ നമ്മളിത് റാഗി വാങ്ങി പൊടിപ്പിച്ചുണ്ടാക്കിയ അടയുണ്ട്. അതിങ്ങനെ ചുട്ടിട്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഇലയിലൊക്കെ വെച്ച് ചുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ തേങ്ങാപ്പാലും നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് റോബസ്റ്റ് പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കൂസ എന്ന് പറയും. പിന്നെ ഇവിടെ ഗൾഫ് നാട്ടിലൊക്കെ സൂക്കിനി എന്ന് പറയും. ഇതിന് പല പേരുകളിലും ഇതിനറിയപ്പെടുന്നുണ്ട്. പല നാടുകളിലും പല പേരായിരിക്കും. സൂക്കിനി, കൂസ എന്നൊക്കെ പറയും. ഇതിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരം തണുപ്പിക്കാനും ദഹനം എളുപ്പമാക്കാനൊക്കെ സഹായിക്കണ ഒരു പച്ചക്കറിയിൽ പെട്ടിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കണ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇത് തോരൻ വെച്ച് കഴിക്കുക. നമ്മൾ സാധാരണ ചട്നി പോലെ തക്കാളി ചട്നി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലിട്ടിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റണ ഒരു വെജിറ്റബിളാണ്. ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് മുളപ്പിച്ചതാണ്. അപ്പോൾ അത് വേരൊക്കെ മുളയൊക്കെ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗി തോന്നി. അപ്പോൾ വീഡിയോ പിടിച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.